Hi friends, welcome to Garam Masala, the magic spices of cooking. കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഓർ മലബാർ ചിക്കൻ ബിരിയാണി. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ബിരിയാണിയിൽ ഫ്രഷ് മീറ്റിലാണ് ദം ചെയ്യുന്നത്. ഇതിനു വേണ്ട ചേരുവകൾ: ഫോർ മസാല ചിക്കൻ 750 ഗ്രാം, സവാള 3 കപ്പ്, ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചതച്ചെടുത്തത് 4-5 എണ്ണം, തൈര് 1/2 കപ്പ്, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, പുതിന ഇല, മല്ലിയില, വലിയ ജീരകം പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കസ്കസ് അരച്ചെടുത്തത് 2 ടീസ്പൂൺ. ഇത് ഓപ്ഷണലാണ്. ഫോർ ബിരിയാണി മസാല: പട്ട 2 ഇഞ്ച് നീളമുള്ള 2-3 എണ്ണം, ഏലക്ക 4-5 എണ്ണം, ഗ്രാമ്പു 5-6 എണ്ണം, ജാതിപ്പൂ 2-3 എണ്ണം, ജാതിക്ക 1 എണ്ണം, വലിയ ജീരകം 1 ടീസ്പൂൺ, സഹജീരകം 1 ടീസ്പൂൺ, സ്റ്റാർ അനീസ് അല്ലെങ്കിൽ തക്കോലം 1 എണ്ണം. ഫോർ റൈസ്: ജീരകശാല ഓർ കൈമ റൈസ് 500 ഗ്രാം, പട്ട 2 ഇഞ്ച് നീളമുള്ള 2-3 എണ്ണം, ഏലക്ക 3-4 എണ്ണം, ഗ്രാമ്പു 4-5 എണ്ണം. For making garnishing items: cashew nuts and raisins റോസ്റ്റ് ചെയ്തെടുത്തത് 100 ഗ്രാം, സവാള 3 എണ്ണം റോസ്റ്റ് ചെയ്തെടുത്തത്, നെയ്യ്, ഉപ്പ്. ആദ്യം നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഹോൾ സ്പൈസസ് എല്ലാം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് നല്ല മയത്തിൽ പൊടിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി നമ്മൾ ദം ചെയ്യാൻ എടുക്കേണ്ട പാനാണ് എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയി ചേർത്ത് കൊടുക്കാം. ആദ്യം സവാള ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, മല്ലിയില, പുതിന ഇല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, വലിയ ജീരകം പൊടിച്ചെടുത്തത്, തൈര്, കസ്കസ് അരച്ചെടുത്തത്, ലൈം ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്ത് നമുക്കിത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ വലിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഒന്നുകൂടെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മസാല ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ഒരു പാനിലോട്ട് 3 കപ്പ് വെള്ളം എടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 4 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം.
വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഗാർണിഷ് ചെയ്യാൻ വേണ്ട ഐറ്റംസ് പ്രിപ്പയർ ചെയ്യണം. ഇതിനുവേണ്ടി ഒരു പാനിലോട്ട് 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അത് ചൂടായി വരുമ്പോൾ ഇതിൽ നമുക്ക് കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള ഇവ ഓരോന്നായി ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ചേർക്കണം. റൈസിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് മുകളിലായി നമുക്ക് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള, കാഷ്യൂ നട്ട്സ്, റൈസൻസ്, രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല ഇവ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ലെയർ തയ്യാറാക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് മല്ലിയിലയും ഗാർണിഷിംഗ് ഐറ്റംസും എല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന റൈസ് ഇതിൻ്റെ മുകളിലായി നമുക്ക് വെക്കാം. നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അവസാനമായി ഇതിൻ്റെ മുകളിൽ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കണം. ഈ മഞ്ഞൾപ്പൊടി ബിരിയാണിക്ക് നല്ല കളർ കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്കിനി ഇത് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ആദ്യം വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ റൈസിനെ നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയെ സെർവിംഗ് പോട്ടിലോട്ട് എടുക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള ഇവ ഒരു ബൗളിലോട്ട് എടുക്കണം. ഇതിൻ്റെ മുകളിലായി ഒരൽപ്പം റൈസ് വെച്ചതിന് ശേഷം 2 പീസ് ചിക്കൻ വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം റൈസ് കൊണ്ട് ഫില്ല് ചെയ്യാം. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി, ടേസ്റ്റി ആൻഡ് യമി കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഡേറ്റ്സ് പിക്കിൾ, റൈത്ത, ഇഞ്ചി ചമ്മന്തി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.